എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ലീവാണ്. ഞാനും ഇച്ചാനും വീട്ടിലുണ്ട്. ഇപ്പൊ ഇച്ചാൻ ഇവിടെ ഇല്ല, ഇച്ചാൻ കടയിലോട്ട് പോയി കേട്ടോ. ഇവിടെ എങ്ങും ഇല്ല കേട്ടോ, കടയിലോട്ട് പോയേക്കാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങളാണെങ്കിൽ ഇവിടെ അടുത്തൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ കുറേ മലയാളി ഫ്രണ്ട്സൊക്കെ കണ്ടു. അപ്പോൾ അവർ ഞങ്ങളോട് വെച്ച് നിങ്ങളിപ്പം വീഡിയോസ് ഒന്നും ഇടുന്നില്ലേ, നിങ്ങളുടെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. അതുകൊണ്ട് തന്നെയാണ് ലോങ് വീഡിയോ കാണുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. അവരിലോട്ട് എത്തുന്നില്ലെന്ന് തോന്നുന്നു, നമ്മുടെ വീഡിയോസ് ഒന്നും, ഷോർട്സ് വീഡിയോസ് ഒന്നും എത്തുന്നില്ലെന്ന് തോന്നുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ഷോർട്സ് വീഡിയോസ് ഇടുന്നുണ്ട്. ഇവിടുത്തെ 3:30 ആകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ നാട്ടിൽ എത്രയാ 5 മണിയാകുമ്പോൾ ആ സമയത്താണ് നമ്മുടെ ഷോർട്സ് വീഡിയോസൊക്കെ വരുന്നത്. പിന്നെ ലോങ് വീഡിയോ സ്ഥിരമായിട്ട് ഇടാൻ പറ്റുന്നില്ല. എല്ലാവർക്കും അറിയാം, ജോലിത്തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിപ്പം ലോങ് വീഡിയോ സ്ഥിരമായിട്ട് ഇടാൻ പറ്റാത്തത്. പിന്നെ കുറേ പേര് വന്ന് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെയൊക്കെ മറന്നുപോയോ, ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറയാം, ആരെയും മറന്നിട്ടില്ല, എല്ലാവരെയും ഓർമ്മയുണ്ട്. നമ്മളെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ രാത്രിയിൽ ഇവിടുത്തെ 10:30, അതായത് നാട്ടിലെ 12 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു നമ്മൾ ലൈവ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും വരുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നാട്ടിലുള്ളവരായിരുന്നു കൂടുതലുള്ളത്. എന്നാലും നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് രാത്രി 12 മണിക്കൊക്കെ വന്നിരുന്ന് നമ്മുടെ ലൈവിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ രാത്രിയിൽ ഇവിടെ വന്ന് ലൈവ് ഇടാനുള്ള സമയമില്ല. സമയമില്ല എന്നല്ല, നമുക്കതിനുള്ള സാഹചര്യമില്ലെന്ന് വെച്ചാൽ തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ വീടുകളിലെല്ലാം ആളുകളായി. അന്ന് നമ്മൾ ലൈവ് ഇടുന്ന സമയത്തെന്ന് വെച്ചാൽ ഇവിടെ എങ്ങും ആളുകളൊന്നുമില്ല. ഇവിടെ ഈ ഒരു ഭാഗത്തോട്ട് ഞാനും ഇച്ചാനും മാത്രമേ ഉള്ളായിരുന്നു താമസിക്കുക. അപ്പം നമ്മൾ എത്ര സൗണ്ട് വെച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എങ്ങും ആരും കേൾക്കാനില്ലായിരുന്നു. ഇപ്പം ഇവിടെ എല്ലാ വീടുകളിലും ഫാമിലിയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ലൈവും കാര്യങ്ങളൊക്കെ രാത്രിയിലേ ഇടാത്തത്. അല്ലാതെ ആരെയും മറന്നുപോയിട്ടൊന്നുമല്ല കേട്ടോ. അപ്പോഴാരും തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ ഇങ്ങനെ കടയിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ ചോദിച്ചപ്പോഴേ ഞങ്ങൾക്ക് സങ്കടമായി, എന്താ പറ്റിയേന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആരെയും മറന്നുപോയിട്ടൊന്നുമില്ല. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലേറ്റായിട്ടാണ് എണീറ്റത് കേട്ടോ, ഒരുപാട് ലേറ്റായിട്ടാണ് എണീറ്റത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ തുടങ്ങി, നിങ്ങൾക്ക് അറിയാമല്ലോ. മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇവിടെ ഭയങ്കര തണുപ്പ് കുറവാണ്. എന്നാൽ തന്നെയും രാത്രിയാകുമ്പം നല്ല തണുപ്പാണ്. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം നമ്മുടെ വീടെന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റിലായിട്ടിരിക്കുന്ന വീടല്ല, നമ്മുടെ തറനിരപ്പുള്ള ഒരു വീടായതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇവിടെ കാലം ഇങ്ങനെ നമ്മൾ ടൈലിൽ വെച്ച് നടക്കാൻ പറ്റില്ല, അതുപോലെ തണുപ്പാണ്. ഇന്നലെ ആണെങ്കിൽ അനിയൻ്റെ മോനൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവ ഇവിടെ വന്നപ്പോൾ ചോദിക്കുന്നത്, അതെന്താ വല്യമ്മ ഇവിടെ ഭയങ്കര തണുപ്പ്? ഞാൻ പറഞ്ഞു, ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഞങ്ങൾ പുതിയ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ തണുപ്പൊക്കെയാണ് ഞാൻ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്ത്. ശരിക്കും ഇവിടെ തണുപ്പ് ആയിക്കഴിഞ്ഞാലും തണുപ്പ് അല്ലാത്ത സമയത്ത് ഒരു തണുപ്പുണ്ട്, ഇങ്ങനെ തറനിരപ്പായിട്ട് കിടക്കുന്നതുകൊണ്ടായിരിക്കണം. പിന്നെ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. കാര്യങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് എല്ലാവരും കാണണം. ലോങ് വീഡിയോ മാക്സിമം സ്ഥിരമായിട്ട് ഇടാനായിട്ട് ശ്രമിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. ആരെയും മറന്നുപോയിട്ടൊന്നുമില്ല, ആരും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ഭയങ്കര ഒരു വിഷമം, കുറേ നാളിങ്ങനെ വീഡിയോ ഇടാതിരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരെ ചൊവ്വേ എങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുറേ പേര് വെച്ച് നാട്ടിലൊന്നും ഇപ്പോൾ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് പോയിട്ട് വന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് 2 വർഷം കൂടുമ്പോഴാണ് നമുക്ക് നാട്ടിൽ പോകാനുള്ള ലീവൊക്കെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ല. മോൻ്റെ ആദ്യ കുർബാന ഉണ്ടായിരുന്നു, അതിനും പോകാൻ പറ്റിയില്ല. ഭയങ്കര വിഷമമാണ്, അവനും ഭയങ്കര വിഷമമായിട്ടിരിക്കുന്നു. മമ്മിയും പപ്പയും ആദ്യ കുർബാനയ്ക്ക് ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചെന്നിട്ട് കുഞ്ഞിൻ്റെ ആദ്യ കുർബാനയൊക്കെ നടത്താമെന്നുള്ള പ്ലാനിലായിരുന്നു ഇരുന്നത്. അപ്പം നമ്മുടെ പള്ളി പണിതിട്ട് 70 വർഷം ആവുന്നുണ്ട്, അതിൻ്റെ വാർഷികവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുറേ കുഞ്ഞുങ്ങൾ ആദ്യ കുർബാന സ്വീകരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മോനും ആ കൂട്ടത്തിൽ സ്വീകരിപ്പിക്കാമെന്ന് അങ്ങനെ പള്ളിയിൽ അച്ഛനും സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു. കാരണം ചെറിയ പിള്ളേർ വരെയും സ്വീകരിക്കുവാണ്. പിന്നെ അവനെ മാത്രമായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്കായി പോകും. അതുകൊണ്ട് പിന്നെ ആ കൂട്ടത്തിൽ പപ്പയും മമ്മിയൊക്കെ കൂടി ആദ്യ കുർബാന നടത്തി. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ക്രിസ്ത്യൻസിനൊക്കെ അറിയാമായിരിക്കും ആദ്യ കുർബാനയുടെ പ്രാധാന്യത്തെപ്പറ്റി. വലിയൊരു എന്താ പറയുക, ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ഞങ്ങൾ ചെല്ലേണ്ടതായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തതിൽ ഒരുപാട് വിഷമമുണ്ട്. എന്നാലും നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടന്നു. പിന്നെ ഫോട്ടോസൊന്നും ആൽബത്തിന് കൊടുത്തിട്ടുണ്ട്, ആൽബം ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോസൊന്നും അധികം ഒന്നും ഞങ്ങൾ കമ്മ്യൂണിറ്റിയിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു.
പിന്നെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. ഞാൻ കടയിൽ പോയിക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഞാൻ അതോടെ ഒന്ന് കാണിക്കാം. അതേ ഉണ്ടോ, നമ്മുടെ ഇവിടെ നട്ടിരുന്ന ഞവരയൊക്കെ പോയി കേട്ടോ. ഞാനത് പറിച്ചു കളഞ്ഞിട്ട് പുതിയ ഞവര പുതിയതായിട്ട് നട്ടു വെച്ച്. പിന്നെ ചെറിയ ഇവിടെ കുപ്പിയിലെ നിറച്ച് മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് നിറച്ച് കണ്ടോ 10 മണി ചെടി നട്ടു വെച്ചേക്ക് കേട്ടോ. ഇതിൽ നിന്ന് എനിക്ക് ശരിക്കും നല്ല മുളക് കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ചാണെങ്കിൽ ഇവിടെ ഇതാക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനി ഉണക്കി എടുത്തിട്ട് ഇത് പാകി എടുത്തിട്ട് ഞാനാണെങ്കിൽ പിന്നെ വീണ്ടും പുതിയത് നട്ടു വയ്ക്കും തൈകള്. അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു പരിപാടിയിലൊക്കെയാണ്. ഇപ്പോഴും വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളൂ, കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിൽ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നിടം വരെ ബൈ ബൈ.